വാർത്തകൾ വിശദമായി. സഹകരണ ബാങ്കുകൾക്ക് ഭാഗിക ആശ്വാസം. നിക്ഷേപമായി സ്വീകരിച്ച പഴയ നോട്ടുകൾ സഹകരണ ബാങ്കുകൾക്ക് RBIയിൽ നിക്ഷേപിക്കാമെന്ന് സുപ്രീം കോടതി. എന്നാൽ നോട്ട് മാറ്റത്തിന് ഡിസംബർ 30 വരെ കാത്തിരിക്കാനും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ പുതിയ നോട്ടുകൾ എപ്പോൾ സഹകരണ ബാങ്കുകളിൽ എത്തിക്കാനാകുമെന്ന കാര്യത്തിൽ കേന്ദ്രം മറുപടി നൽകിയില്ല. നവംബർ 10 മുതൽ 14 വരെ നിക്ഷേപമായി സ്വീകരിച്ച പഴയ നോട്ടുകൾ സഹകരണ ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിന്റെ ബെഞ്ച് വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. എന്നാൽ അസാധുവാക്കിയ നോട്ടുകൾ മാറ്റുന്ന കാര്യത്തിൽ സഹകരണ ബാങ്കുകൾക്കുമേൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണത്തിൽ ഇളവ് നൽകാനാകില്ലെന്നും കോടതി അറിയിച്ചു. വിനിമയങ്ങൾക്ക് ഇപ്പോൾ അനുമതി നൽകുന്നത് സർക്കാർ നടപ്പാക്കുന്ന നോട്ട് പിൻവലിക്കൽ പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയെ ബാധിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കോടികൾ ആസ്തിയുള്ള സഹകരണ ബാങ്കുകൾക്ക് 15 ദിവസം കൂടി കാത്തിരുന്നുകൂടെ എന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ചോദിച്ചു. ഡിസംബർ 30 ശേഷം സർക്കാർ നിബന്ധനകളിൽ ഇളവ് കൊണ്ടുവന്നേക്കാമെന്നും അതിനുശേഷം വിഷയം പരിഗണിക്കാമെന്നും കോടതി വ്യക്തമാക്കി. KYC നോംസ് പാലിച്ച് ജില്ലാ ബാങ്കിൽ 14 ജില്ലാ ബാങ്കിലും സ്വീകരിച്ച ആ തുക റിസർവ് ബാങ്ക് അംഗീകരിക്കും എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ ഹർജിയിൽ ഞങ്ങളോട് വിവേചനമായി പെരുമാറി എന്നതിന് ഉള്ള ഒരു അംഗീകാരമായി ഞങ്ങൾ കാണുന്നു. അതേസമയം കോടികൾ റെയ്ഡ് ചെയ്ത് പിടിക്കുന്ന സർക്കാരിന് 24,000 രൂപ പോലും ആഴ്ചയിൽ നൽകാനാകുന്നില്ലല്ലോ എന്നും ചിലരുടെ കയ്യിൽ മാത്രം ലക്ഷക്കണക്കിന് പുതിയ നോട്ടുകൾ എത്തുന്നത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു. സർക്കാർ ആശുപത്രികളിൽ പോലും വിനിമയത്തിന് നിയന്ത്രണം കൊണ്ടുവന്നത് ആശങ്കാജനകമെന്നും കോടതി വ്യക്തമാക്കി. പെട്രോൾ പമ്പുകളിലൂടെ പോലും കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ടെന്നും അതിനാലാണ് നിയന്ത്രണം ശക്തമാക്കിയതെന്നുമായിരുന്നു അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയുടെ മറുപടി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സഹകരണ ബാങ്കുകളിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാനാകില്ലെന്ന സുപ്രീം കോടതി ഉത്തരവ് ദൗർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. നിർഭാഗ്യകരമായ ഒരു ഉത്തരവാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അതിൽ നിന്നുകൊണ്ട് കോടതി പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളുണ്ട്. സഹകരണ ബാങ്കുകൾ അവരുടെ കയ്യിലുള്ള പണം റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാവുന്നതാണ്. റിസർവ് ബാങ്ക് സ്വീകരിക്കേണ്ടതാണ്. അത് സഹകരണ ബാങ്കുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണ്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ലോക്സഭ സ്തംഭിപ്പിച്ച് ഭരണപക്ഷം. പ്രധാനമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുമെന്ന് അറിയിച്ച രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല. സഭ നിരന്തരം തടസ്സപ്പെടുന്നതിൽ തുറന്നടിച്ച് BJP മുതിർന്ന നേതാവ് LK അദ്വാനി രംഗത്തെത്തി. രാജിവെക്കാൻ തോന്നുന്നതായി അദ്വാനി MP-മാരോട് പറഞ്ഞു. ശീതകാല സമ്മേളനം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴും ഭരണ പ്രതിപക്ഷ ബഹളത്തിന് പാർലമെന്റിന്റെ ഇരുസഭകളിലും കുറവുണ്ടായില്ല. നോട്ട് പ്രതിസന്ധി, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാട് എന്നിവയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. നോട്ട് പ്രതിസന്ധി ചർച്ചയാവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന് നേരെ ഹെലികോപ്റ്റർ ഇടപാടിലെ പുതിയ വെളിപ്പെടുത്തലുകൾ അടങ്ങിയ പേപ്പർ ഉയർത്തിക്കാട്ടിയാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത്. പ്രധാനമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുമെന്നറിയിച്ചിരുന്ന രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ കോൺഗ്രസ് അവസരമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ബഹളം രൂക്ഷമായതോടെ ലോക്സഭ പിരിഞ്ഞു. പക്ഷെ BJP മുതിർന്ന അംഗം LK അദ്വാനി സ്വന്തം സീറ്റ് വിട്ടെഴുന്നേൽക്കാൻ തയ്യാറായില്ല. സന്ദർശിക്കാനെത്തിയ MP-മാരോട് കടുത്ത ഭാഷയിലാണ് അദ്വാനി സഭ തടസ്സപ്പെടുന്നതിലെ നീരസം അറിയിച്ചത്. രാജിവെക്കാൻ തോന്നുന്നു. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയി ഇപ്പോൾ സഭയിലുണ്ടായിരുന്നെങ്കിൽ ദുഃഖിച്ചേനെയെന്നും അദ്ദേഹം MP-മാരോട് പറഞ്ഞു. പ്രതിപക്ഷവുമായി സംസാരിക്കാൻ രാജ്നാഥ് സിംഗിനോട് ആവശ്യപ്പെട്ട അദ്വാനി സർവകക്ഷി യോഗം വിളിക്കാൻ സ്പീക്കറോട് ശുപാർശ ചെയ്യാനും നിർദ്ദേശിച്ചു. അതേസമയം രാജ്യസഭയിലും പ്രതിഷേധം അരങ്ങേറി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഭരണപക്ഷത്തു നിന്നായിരുന്നു പ്രതിഷേധം. നോട്ട് മാറ്റത്തെ തുടർന്ന് കർഷകർക്കുണ്ടായ ദുരിതം ചർച്ച ചെയ്യണമെന്ന് ഗുലാം നബി ആസാദ് ആവശ്യപ്പെട്ടു. എന്നാൽ അതിനെ കേന്ദ്ര സർക്കാർ എതിർത്തു. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ പോസ്റ്ററുകളുമായാണ് സഭയിലെത്തിയത്. ബഹളം രൂക്ഷമായതോടെ നടപടികൾ റദ്ദാക്കി രാജ്യസഭയും പിരിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതിയിൽ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി ഇടനിലക്കാരന്റെ ഡയറി കുറിപ്പുകളും ഇമെയിൽ സന്ദേശങ്ങളും പുറത്തായി. ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ കുടുംബത്തിന് 114 കോടി രൂപ കൈക്കൂലി നൽകിയെന്നാണ് ബ്രിട്ടീഷ് ആയുധം വ്യാപാരി കൂടിയായ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിന്റെ ഡയറി കുറിപ്പ്. AP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നേതാവിന് 21 കോടി കൈക്കൂലി നൽകി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ കോഴ ഇനത്തിൽ 370 കോടി രൂപ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമായി നൽകിയിട്ടുണ്ടെന്നും രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് നടന്ന അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ശതകോടികൾ കോഴയായി ഇന്ത്യയിലേക്ക് ഒഴുകിയിട്ടുണ്ടെന്നാണ് ക്രിസ്റ്റ്യൻ മിഷേലിന്റെ ഡയറി കുറിപ്പുകൾ പറയുന്നത്. ഇറ്റാലിയൻ പോലീസ് പിടിച്ചെടുത്ത് CBIക്ക് കൈമാറിയ രേഖകളാണ് പുറത്തായത്. ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ കുടുംബത്തിന് 114 കോടി രൂപ കൈക്കൂലിയായി നൽകിയിട്ടുണ്ടെന്നാണ് പ്രധാന വെളിപ്പെടുത്തൽ. AP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിന് 21 കോടി രൂപ കോഴ നൽകി. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേലിന്റെ പേരും ഡയറിയിൽ പരാമർശിച്ചിട്ടുള്ളതിനാൽ AP എന്നത് അഹമ്മദ് പട്ടേൽ ആയിരിക്കാം എന്ന നിഗമനവുമുണ്ട്.
ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് 43 കോടി, മറ്റ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് 59 കോടി. ഇങ്ങനെ പോകുന്നു ഡയറി കുറിപ്പിലും ഇമെയിൽ സന്ദേശങ്ങളിലുമുള്ള കോഴക്കണക്ക്. ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്ന ഉന്നതതല യോഗങ്ങളുടെ വിശദാംശങ്ങളും ഈ രേഖകളിലുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, പ്രതിരോധ മന്ത്രാലയം, SPG, ചീഫ് വിജിലൻസ് കമ്മീഷണർ ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിലെ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധവും പുറത്തായ രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലെ കമ്പനികളെ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവാക്കിയത് യാദർച്ഛികമല്ലെന്നും ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ക്രിസ്റ്റ്യൻ മിഷേലിന്റെ രേഖകളിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അഹമ്മദ് പട്ടേൽ തുടങ്ങിയവരുടെ പേരുകൾ ഡയറി കുറിപ്പുകളിലും ഇമെയിൽ സന്ദേശങ്ങളിലും പലയിടത്തായി പരാമർശിച്ചിട്ടുണ്ട്. നോട്ട് പിൻവലിച്ച വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ യുദ്ധം മുറുകവെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൽ പുതിയ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രിക്കെതിരെ തെളിവുകളുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെ CBIയുടെ കൈവശമുള്ള തെളിവുകൾ പുറത്തു വന്നതിലെ രാഷ്ട്രീയവും ചർച്ചയാകും. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M. സന്തോഷ്. രാജ്യത്ത് ദേശീയ സംസ്ഥാന പാതകൾക്കരികിലെ മുഴുവൻ മദ്യശാലകളും അടച്ചുപൂട്ടണമെന്ന് സുപ്രീം കോടതി. 500 മീറ്റർ പരിധിക്കുള്ളിൽ വരുന്ന മദ്യശാലകൾ മാർച്ച് 31 പ്രവർത്തനം അവസാനിപ്പിക്കണം എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. ബിവറേജസ്, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, സ്റ്റാർ ഹോട്ടലുകൾ, കള്ളുഷാപ്പുകൾ എന്നിവയ്ക്ക് ഉത്തരവ് ബാധകമാണ്. ഏപ്രിൽ 1 ഉത്തരവ് നടപ്പാക്കി ചീഫ് സെക്രട്ടറിമാർ റിപ്പോർട്ട് നൽകണമെന്നും കോടതി വ്യക്തമാക്കി. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ മദ്യം സുലഭമായി ലഭിക്കുന്നത് വാഹനാപകടങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുവെന്നും ഇത് നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് അറൈവ് സേവ് സൊസൈറ്റി എന്ന സന്നദ്ധ സംഘടനയാണ് കോടതിയിൽ നിയമ പോരാട്ടം തുടങ്ങുന്നത്. ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ദേശീയ സംസ്ഥാന പാതകളിലെ മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്ത് പഞ്ചാബ്, ഹരിയാന, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാന സർക്കാരുകളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരുകളുടെ വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. രാജ്യത്തെ മുഴുവൻ ദേശീയ സംസ്ഥാന പാതകളിൽ 500 മീറ്ററിനകത്തുള്ള മദ്യശാലകളെല്ലാം അടച്ചുപൂട്ടണമെന്ന് ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിന്റെ ബെഞ്ച് ഉത്തരവിട്ടു. ബിവറേജ് ഔട്ട്ലെറ്റുകൾ, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, സ്റ്റാർ ഹോട്ടലുകൾ എന്നിവയ്ക്ക് ഉത്തരവ് ബാധകമാണ്. നാഷണൽ സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ലിക്കർ ഔട്ട്ലെറ്റ്സ് ഉടൻ തന്നെ മാറ്റണമെന്നും 2017 കാലാവധി അവസാനിക്കുന്ന ലിക്കർ ഔട്ട്ലെറ്റ്സ് ലൈസൻസ് കാലാവധി തീരുമ്പോൾ മാറ്റണമെന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ലൈസൻസ് പുതുക്കി നിശ്ചയിച്ച ഹോട്ടലുകൾ ഉൾപ്പെടെ മാർച്ച് 31 പ്രവർത്തനം അവസാനിപ്പിക്കണം. മദ്യലഭ്യതയുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകളടക്കം ദേശീയപാതകളിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ നീക്കണമെന്നും കോടതി വ്യക്തമാക്കി. മുനിസിപ്പൽ പരിധിയിലൂടെ കടന്നുപോകുന്ന ദേശീയ സംസ്ഥാന പാതകളിലെ മദ്യശാലകൾക്ക് ഇളവ് വേണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. ഏപ്രിൽ 1 ഉത്തരവ് നടപ്പാക്കി ചീഫ് സെക്രട്ടറിമാർ റിപ്പോർട്ട് നൽകണമെന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വ്യക്തമാക്കി. ദേശീയ സംസ്ഥാന പാതകൾക്കരികിൽ ഏറ്റവും കൂടുതൽ മദ്യശാലകളുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അതിനാൽ തന്നെ പുതിയ സുപ്രീം കോടതി ഉത്തരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരളത്തെയുമാകും. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രശസ്ത ഡ്രമ്മർ ശിവമണി ശബരിമലയിൽ ദർശനം നടത്തി. തിരുനടയിലും തീർത്ഥാടകർക്കായി നടപ്പന്തലിലും തന്റെ മാന്ത്രിക സംഗീത വിരുന്ന് അവതരിപ്പിച്ചാണ് ശിവമണി മടങ്ങിയത്. പകരം വെക്കാനാവാത്ത താളവാദ്യ വിദഗ്ധൻ ശിവമണി രാവിലെയോടെയാണ് തിരുസന്നിധിയിലെത്തിയത്. കൊടിമരത്തിന് താഴെ തുടർന്ന് ഡ്രം സെറ്റിന്റെ മാന്ത്രിക ദണ്ഡുകളാൽ ശരണകീർത്തനങ്ങൾ ഒരുക്കി. മലകയറ്റത്തെക്കുറിച്ച് ശിവമണിയുടെ വാക്കുകൾ. Really blessed to be in Sabarimala on Sannidhanam. We did a lovely darshan and all the magic is doing Swami. തുടർന്ന് സുഹൃത്തും കീബോർഡിസ്റ്റുമായ പ്രകാശ് ഉള്ളേരിക്കൊപ്പം നടപ്പന്തലിൽ തീർത്ഥാടകർക്കായി താളവിസ്മയം തീർത്തു.
എല്ലാ തവണയും മണ്ഡലകാലത്തിന് മുൻപാണ് ശിവമണിയും കൂട്ടരും ക്ഷേത്ര ദർശനം നടത്തുക. ന്യൂസ് ബ്യൂറോ, ശബരിമല. മികച്ച ചിത്രങ്ങൾ കാണാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് 7ാം ദിനത്തിൽ പ്രതിനിധികൾ. ഒട്ടേറെ മനോഹര ചിത്രങ്ങൾ കണ്ടതിന്റെ സംതൃപ്തിയിലാണ് മറ്റ് ഡെലിഗേറ്റുകൾ. ദേശങ്ങളിൽ നിന്നായി പല സിനിമയെന്ന ഒരേ വികാരവുമായി ഒന്നിച്ച ഡെലിഗേറ്റുകൾ 7 ദിവസവും മികച്ച സിനിമകൾ കൊണ്ടും വൻ ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായ മേള. 38 രാജ്യങ്ങളിൽ നിന്നായി 103 വിദേശ പ്രതിനിധികളാണ് ഇത്തവണ മേളയ്ക്കെത്തിയത്. 7ാം ദിനത്തിൽ കിം ക്യുഡുക്കിന്റെ നെറ്റും പാബ്ലോ നെരൂദയുടെ ജീവിതം പറയുന്ന നെരൂദയുടെയും അവസാന പ്രദർശനം മികച്ച പ്രേക്ഷക അഭിപ്രായം നേടി. ഒരു വ്യത്യാസമായിട്ട് തോന്നി ജീവിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സിനിമ ഭയങ്കര റെലവെന്റ് ആണ്. നമ്മുടെ ഒരു ഇന്ത്യൻ സിനിമേനെ പോലെ അത്ര ഫാസ്റ്റ് അല്ല. അവരുടെ ഒരു കൾച്ചറൽ ഡിഫറൻസും കൂടെ അതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു. സിനിമകളുടെ ആദ്യവട്ട പ്രദർശനം കഴിഞ്ഞ ദിവസം കൊണ്ട് പൂർത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച സിനിമകൾ കണ്ടുതീർക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലായിരുന്നു പ്രതിനിധികൾ. ഏറ്റവും അധികം കാഴ്ചക്കാരുള്ള മത്സര വിഭാഗ ചിത്രങ്ങൾക്ക് തന്നെയാണ് ഇന്നും വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. അവസാനവട്ട പ്രദർശനങ്ങൾ ഉൾപ്പെടെ 62 സിനിമകളാണ് 7ാം ദിനത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.